18 ജില്ലകളിലെ 121 മണ്ഡലങ്ങളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ടത്തിൽ മത്സരിക്കുന്നത് 1314 സ്ഥാനാർത്ഥികളാണ്. അതായത് ഒന്നാം ഘട്ടത്തിലെ പ്രമുഖ സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ആദ്യമായി തേജസ്വി യാദവ്. ഈ ഒന്നാം ഘട്ടത്തിലെ ഏറ്റവും പ്രമുഖനാരെന്ന് ചോദിച്ചാൽ പേരെടുത്ത് പറയാവുന്നത് തേജസ്വി യാദവിന്റെ പേര് തന്നെയാണ്. RJDയുടെ സ്ഥാനാർത്ഥി തേജസ്വി യാദവ് മത്സരിക്കുന്ന രാഘവ്പൂർ മണ്ഡലത്തിൽ നിന്നാണ്. ഇനി മണ്ഡലത്തിന്റെ കൂടി പ്രത്യേകത നമുക്ക് എടുത്തു നോക്കേണ്ടതാണ്. മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് തേജസ്വി യാദവ്. BJP മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി സതീഷ് കുമാർ ലാലു കുടുംബത്തിന്റെ മണ്ഡലം എന്ന വിശേഷണമുള്ള മണ്ഡലം കൂടിയാണ് ഈ രാഘവ്പൂർ. 1995-ലും ഒപ്പം 2000-ലും ലാലു പ്രസാദ് യാദവ് വിജയിച്ച മണ്ഡലമാണിത്. മറ്റൊന്ന് രാബ്രി ദേവി 3 തവണ വിജയിച്ച മണ്ഡലം കൂടിയാണ് ഇത്. 2010-ൽ കൈവിട്ടു. ഈ മണ്ഡലം കൈവിട്ടിരുന്നെങ്കിൽ പോലും 2015-ലെ തെരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ തേജസ്വി യാദവ് ഈ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കാണുകയുണ്ടായി. 2020-ൽ ജയിച്ചത് 38,174 വോട്ടുകൾക്കാണ് ജയിച്ചത്. ഈ ത്രികോണ മത്സരം ശക്തമായിട്ടുണ്ട് ഇത്തവണ എന്നുള്ളത് കൂടിയാണ് ഈ ഘട്ടത്തിൽ ഒന്നാം ഘട്ടത്തിലെ പ്രമുഖൻ കൂടിയായ തേജസ്വി യാദവ് ഈ മത്സരിക്കുന്ന മണ്ഡലത്തിന്റെ പ്രത്യേകത. ഇനി NDAയും ജൻസുരാജും മത്സര രംഗത്തുണ്ട്. അതാണ് ഈ മണ്ഡലത്തിൽ ഒരു ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. ഇനി മറ്റൊരു അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക്, അതായത് മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ സാമ്രാട്ട് ചൗധരിയാണ് ഇത്തവണത്തെ മറ്റൊരു സ്ഥാനാർത്ഥി. പ്രമുഖനായ സ്ഥാനാർത്ഥി ഉപമുഖ്യമന്ത്രിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി താരാപൂരിലാണ് മത്സരിക്കുന്നത്. ഒപ്പം നിലവിലെ ഉപമുഖ്യമന്ത്രി കൂടിയായ ഇദ്ദേഹം സാമ്രാട്ട് ചൗധരിക്കെതിരെ ഇവിടെ മത്സരിക്കുന്നത് RJD സ്ഥാനാർത്ഥി അരുൺ കുമാറാണ്. താരാപൂർ JDUവിന്റെ ശക്തി കേന്ദ്രം കൂടിയാണ് എന്നുള്ളത് കൂടി പ്രത്യേകത എടുത്തു പറയേണ്ടതാണ്. RJDയും JDUവും ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് ഇത്തവണ താരാപൂർ. BJPക്ക് വിട്ടു നൽകിയിട്ടുണ്ട് മണ്ഡല നഷ്ടമായതിൽ. പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ചില വിവാദങ്ങളും അല്ലെങ്കിൽ പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായിരുന്നു. JDUവിൽ അമർ ഷോവും ഉണ്ടായിരുന്ന മണ്ഡലമാണ്. അപ്പോൾ ആ മണ്ഡലത്തിലാണ് താരാപൂരിലാണ് സാമ്രാട്ട് ചൗധരി മത്സരിക്കുന്നത്. ഇനി അടുത്ത സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ തേജ് പ്രതാപ് യാദവ്. മഹുവ മണ്ഡലത്തിലാണ് JJD സ്ഥാനാർത്ഥിയായ തേജ് പ്രതാപ് യാദവ് മത്സരിക്കുന്നത്. മഹുവ മണ്ഡലത്തിന്റെ മഹുവ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു കുടുംബ യുദ്ധം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് മഹുവ മണ്ഡലം. അതായത് ലാലു പ്രസാദ് യാദവിന്റെ മൂത്ത മകൻ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ലാലു പ്രസാദ് യാദവ് RJDയിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കിയിരുന്നു. തേജ് പ്രതാപ് ഒറ്റയ്ക്ക് പാർട്ടി ഉണ്ടാക്കി മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ് ഇത്. 2015-ൽ RJDക്ക് വേണ്ടി മത്സരിച്ച് ജയിച്ചിരുന്നു. ശക്തമായ യാദവ് വോട്ടുള്ള മണ്ഡലമാണ്. RJD സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA മുകേഷ് കുമാർ റൌഷം. ഇവിടെ NDA സ്ഥാനാർത്ഥി സഞ്ജയ് സിഗയാണ്. അടുത്തൊരു സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ മൈഥിലി ഠാക്കൂറാണ് മറ്റൊരു സ്ഥാനാർത്ഥി. അലി നഗറിൽ നിന്നാണ് BJP സ്ഥാനാർത്ഥിയായ മൈഥിലി ഠാക്കൂർ മത്സരിക്കുന്നത്. BJPയുടെ ജെൻസി സ്ഥാനാർത്ഥി എന്ന് പറയാവുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് മൈഥിലി ഠാക്കൂർ. യുവഗായിക എന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉണ്ട്. ഒപ്പം 25 വയസ്സ് മാത്രം. അതാണ് നേരത്തെ പറഞ്ഞത്. ജെൻസി സ്ഥാനാർത്ഥിയാണ്. ഫേസ്ബുക്കിൽ 1.5 കോടി ഫോളോവേഴ്സ് ഉണ്ട്. ഈ ഫോളോവേഴ്സിന്റെ നേട്ടം ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് ഇനി ഈ തെരഞ്ഞെടുപ്പ് ചിത്രം കഴിഞ്ഞ് ഈ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി നേരിട്ട് നിയോഗിച്ച സ്ഥാനാർത്ഥി എന്ന് BJP വിശേഷണമുള്ളതാണ്. മൈഥിലി ഠാക്കൂറിന് രാഷ്ട്രീയം അറിയില്ല എന്നൊക്കെയാണ് എതിരാളികളുടെ ഒരു വിമർശനമൊക്കെ ഇതിനിടയ്ക്ക് ഉയർന്നിട്ടുണ്ട്. ഈ മത്സരരംഗത്ത് എത്തിയ ശേഷം ഉയർന്നു വന്നിട്ടുള്ള ഒരു വിമർശനം അതായിരുന്നു. എന്തായാലും എതിരാളി RJD സ്ഥാനാർത്ഥി വിനോദ് മിശ്രയാണ്. 2020-ൽ 20 വരെ RJD ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ ആര് ജയിക്കും? ഈ ജെൻസി സ്ഥാനാർത്ഥി കൊണ്ടുപോകുമോ എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണാം. മറ്റൊരു സ്ഥാനാർത്ഥിയിലേക്ക് വരികയാണെങ്കിൽ വിജയ് കുമാർ സിൻഹ, BJPയുടെ സ്ഥാനാർത്ഥി. ലഖിസരായ് മണ്ഡലത്തിലാണ് ഇദ്ദേഹം മത്സരിക്കുന്നത്. ഒന്നാം ഘട്ടത്തിലെ മറ്റൊരു പ്രമുഖ സ്ഥാനാർത്ഥിയാണ് വിജയ് കുമാർ സിൻഹ. ലഖിസരായ് എന്ന മണ്ഡലം പ്രതിനിധീകരിക്കുന്നു. നിലവിലെ 2ാമത്തെ ഉപമുഖ്യമന്ത്രിയാണ്. 2010 മുതൽ തുടർച്ചയായി വിജയിക്കുന്ന സ്ഥാനാർത്ഥിയാണ്. BJPയുടെ ശക്തി കേന്ദ്രമാണ് ലഖിസരായ്. യാദവർക്കും ഒപ്പം ഭൂമി ഹാറിനും പ്രാമുഖ്യം നൽകുന്ന ഒരു മണ്ഡലമാണ്. മുഖേർ മേഖലയിൽ BJP സ്വാധീന മണ്ഡലം കൂടിയാണ് ഇത്. അപ്പൊ ഇതാണ് ഏകദേശം സ്ഥാനാർത്ഥി ചിത്രം. ഈ തവണ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഒരു താരചിത്രം എന്ന നേരത്തെ ആദ്യം പറഞ്ഞ പോലെയുള്ള ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ ഭരണചക്രം നിർവഹിക്കാൻ പോകുന്ന അംഗങ്ങളൊക്കെ ഇന്നത്തെ വോട്ടെടുപ്പിൽ അവർ മത്സരിക്കുന്ന മണ്ഡലം കൂടിയാണ്. അപ്പോൾ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ചില സ്ഥാനാർത്ഥികളുടെ ചിത്രമാണ് നമ്മൾ മുന്നിൽ വെച്ചത്.